आपका शादी कब होगा? अब देखेंगे। കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തരേന്ത്യയിൽ ആവേശം വിതറി പര്യടനം തുടരുകയാണ്. വലിയ ജനപിന്തുണയാണ് യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രക്കിടയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരായി രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചകളും എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബീഹാറിലെ കിഷൻഗഞ്ചിൽ വെച്ച് രാഹുൽ ഗാന്ധി 6 വയസ്സുകാരനായ ഒരു മിടുക്കനുമായി നടത്തിയ കൂടിക്കാഴ്ച വൈറലാകുന്നത്. गाइस वेलकम टू माय न्यू ब्लॉग। तो गाइस आज हम लोग जा रहे हैं दुनिया के गरीबों के मसीहा, दुनिया के सबसे अच्छे इंसान राहुल गांधी जी से मिलने जा रहे हैं हम। और गाइस हम ही लोग के एरिया में आने वाले हैं वो। और गाइस अभी हम लोग जाते हैं, चलिए चलते हैं। ആർഷ് എന്ന പേരുള്ള ഒരു കുട്ടി വ്ളോഗറാണ് രാഹുലുമായി കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ ശ്രദ്ധേയനായി മാറിയിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നതിനിടയിലാണ് രാഹുലിനെ ഞെട്ടിച്ച് ആ കൊച്ചുമിടുക്കൻ്റെ ചോദ്യം എത്തിയത്. താങ്കൾ എപ്പോഴാണ് വിവാഹം കഴിക്കുക എന്നായിരുന്നു കുട്ടി വ്ളോഗറുടെ കുഴക്കുന്ന ചോദ്യം. എന്നാൽ കുട്ടിയുടെ ചോദ്യം കേട്ട് രാഹുൽ ഗാന്ധി അല്പം അമ്പരന്നു. എന്തായാലും രാഹുൽ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ മറന്നില്ല. ഇപ്പോൾ ജോലി തിരക്കാണെന്നും അതു കഴിഞ്ഞ് വിവാഹം കഴിക്കുമെന്നും പറഞ്ഞതോടെയാണ് കുട്ടി വ്ളോഗറുടെ സംശയം തീർന്നത്. अब देखेंगे। अभी तो काम कर रहा हूँ मैं, काम में लगा हूँ। आपकी शादी कब होगी? आपके कब प्लान कर, आप कब प्लान कर रहे हो? मैं जब मेरा 23-22 साल होगा तो। आपकी अभी एज क्या है? अभी 6 ईयर। टाइम है अभी मतलब। ഈ യാത്രയിൽ രാഹുൽ ഉയർത്തിപ്പിടിക്കുന്ന വെറുപ്പിന്റെ കമ്പോളത്തിൽ ഞങ്ങൾ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന മുദ്രാവാക്യം എനിക്കിഷ്ടമായെന്ന കൊച്ചുമിടക്കന്റെ വാക്കിന് കെട്ടിപ്പിടിച്ചൊരു മുത്തമായിരുന്നു രാഹുലിന്റെ മറുപടി. सबसे पहले भारत को जोड़ना चाहिए, हाँ है ना? हाँ नफरत मिटानी चाहिए? नहीं नहीं। हाँ मिटाना चाहिए ना? आपके साथ मुझे मोहब्बत का दुकान खुला है। वेरी गुड। तो कैसे खोलोगे? मुझे नफरत के बाजार में मोहब्बत का दुकान खुला, वो डायलॉग मुझे बहुत अच्छा लगा। बस കൊച്ചു വ്ളോഗറുമായുള്ള വീഡിയോ രാഹുൽ ഗാന്ധിയും തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ വീഡിയോ രാജ്യമാകെ വൈറലായി മാറിയിരിക്കുകയാണ്. മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച രണ്ടാം ഭാരത് ജോഡോ ന്യായയാത്ര നാഗാലാൻഡ്, മേഘാലയ, അസം, ബീഹാർ, ബംഗാൾ സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി നിലവിൽ ജാർഖണ്ഡിലാണിപ്പോൾ പര്യടനം തുടരുന്നത്. വൻ ജനക്കൂട്ടമാണ് എല്ലാ സ്ഥലത്തും ജാതിയെ സ്വീകരിക്കാനെത്തുന്നത്.